ടോപ്പാവാനല്ലേ? എന്ത് ടോപ്പാവാന്? നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ടോപ്പൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ എന്നേ ആവാമായിരുന്നു. നമ്മൾ ഈ തെറ്റ് കണ്ടാലും കൊള്ളരുതായ്മ കണ്ടു കഴിഞ്ഞാലും അപ്പൊ നമ്മൾ സംസാരിക്കും. ഏത്? അല്ലാതെ സ്നേഹം നഷ്ടപ്പെടുവോ, അവർക്ക് എന്നോട് ഇഷ്ടം കുറയോ എന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ തുറന്നു പറയണ്ടേ? അത് ശരി, ടോപ്പാവണമെങ്കിൽ എന്നാകാമായിരുന്നു ഇല്ലേ? ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മതി ടോപ്പാവാന്. അതിനിപ്പോ നമ്മളെ കിട്ടൂല. ഇത്ര കാലം അതിന് നിന്നിട്ടില്ല, ഇനി നിൽക്കാനുള്ള ഉദ്ദേശമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അനുഭാവിയാണ് എന്ന് കരുതിയിട്ട് ആ പാർട്ടിയുള്ളൊരു ചറ്റത്തരം തമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് പറയും. മറ്റുള്ള പാർട്ടിക്കാർ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലത് എന്ന് തന്നെ പറയും. അതാണല്ലോ ജനാധിപത്യം. ഒരു പാർട്ടിക്കാരൻ്റെ യഥാർത്ഥ ശത്രു അതേ പാർട്ടിക്കാരൻ തന്നെയാണ്, അത് ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും. പിന്നെ ഈ പിത്തന പെറുകിണിയൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും രാഷ്ട്രീയമല്ല, ജാതിയുമില്ല, മതവുമില്ല. ത്തിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുകടിയും പെറുകിണിയൊക്കെ. ഈ പറയുന്ന എല്ലാ മതസ്ഥരുടെയും സമുദായക്കാരുടെ ഇടയിലൊക്കെ ഉണ്ട് ഈ വക എങ്കിലാപ്പും ഇതൊക്കെ. പിന്നെ എന്തേലൊക്കെ വരുമ്പോ അങ്ങണ്ട് കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ച് പോകുന്ന അവമ്പണ്ട് കിടന്ന് ഇങ്കിലാപ്പ് ഉണ്ടാക്കിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോ തൽക്കാലം മുഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ടിൽ തേനല്ലേ, കരിവളകൾ കിലുങ്ങുമ്പോൾ കൊഞ്ചുന്ന മൊഴിയല്ലേ, അഴകുള്ള രാവല്ലേ, കുളിരും നിലാവല്ലേ, അസമുല്ല പൂ പോലെ അരികത്തു നീയില്ലേ.